ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് പലർക്കും പല സംശയങ്ങളാണുള്ളത്. ആറ്റുകാൽ അമ്മയുടെ സങ്കല്പം എന്താണ്? ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്ര ദിവസം മുമ്പ് വ്രതം തുടങ്ങണം? വ്രതം എങ്ങനെ വേണം? ആഹാരത്തിന് എന്തൊക്കെ നിയന്ത്രണം വേണം? പൊങ്കാല സമയത്ത് കോടി വസ്ത്രം തന്നെ ധരിക്കണോ? അടുപ്പ് കൂട്ടേണ്ടത് എങ്ങനെ? പൊങ്കാലയിടാൻ എന്തൊക്കെ വേണം? പൊങ്കാലയ്ക്ക് തീ പകരും മുൻപേ അടുപ്പിനു മുൻപിൽ വിളക്കും നിറനാഴിയും വെക്കണോ? അതെന്തിനു വേണ്ടിയാണ്? പൊങ്കാല തിളച്ചു തൂകുന്ന ദിശയുടെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ്? മണ്ടപ്പുട്ടിൻ്റെ ഫലം എന്താണ്? തിരളിയുടെ പ്രത്യേകത എന്താണ്? പൊങ്കാല തിളയ്ക്കും വരെ ആഹാരം കഴിക്കാമോ? പൊങ്കാലയ്ക്ക് ശേഷം ആ ദിവസം കുളിക്കാമോ? അന്യമതസ്ഥർക്ക് പൊങ്കാല ഇടാമോ? പുത്തൻ കലത്തിൻ്റെ പ്രാധാന്യം എന്താണ്? പൊങ്കാലയിട്ട പാത്രങ്ങൾ പിന്നീട് പാചകത്തിന് ഉപയോഗിക്കാമോ? പൊങ്കാലച്ചോറ് ബാക്കി വന്നാൽ എന്തു ചെയ്യണം? വീട്ടിൽ പൊങ്കാലയിട്ടാൽ ഫലമുണ്ടോ? പൊങ്കാലയും പൂരം നക്ഷത്രവും തമ്മിലുള്ള ബന്ധം എന്താണ്? പൊങ്കാലയിടുമ്പോൾ ജപിക്കേണ്ട മന്ത്രങ്ങൾ ഏതൊക്കെയാണ്? എന്നിങ്ങനെ നീളുന്നു പല സംശയങ്ങൾ. ഇതിനെല്ലാത്തിനുമുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ദയവായി അവസാനം വരെ കാണുക. മനസ്സർപ്പിച്ച് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആറ്റുകാലമ്മ മനസ്സറിഞ്ഞ് തൻ്റെ ഭക്തരെ സഹായിക്കും എന്നാണ് വിശ്വാസം. അനേകായിരങ്ങളുടെ അനുഭവമാണിത്. ഐശ്വര്യത്തിനും ഇഷ്ടകാര്യ സിദ്ധിക്കും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചാൽ മതി. ആറ്റുകാൽ ഭഗവതിയെ കൗമാരക്കാരിയായ കണ്ണകിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. എന്നാൽ ഭക്തജനങ്ങൾ മാതൃസങ്കല്പത്തിലാണ് ആരാധിക്കുന്നത്. പൊങ്കാല ഇടുന്നവരെല്ലാം തന്നെ വ്രതം എടുക്കേണ്ടതാണ്. കാപ്പുകെട്ട് മുതൽ വ്രതം അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. അതായത് 9 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കണം. എന്തെങ്കിലും കാരണവശാൽ 9 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാൻ കഴിയില്ലെങ്കിൽ 7, 5, 3 ദിവസങ്ങളിൽ വ്രതം എടുക്കാവുന്നതാണ്. കുറഞ്ഞത് 3 ദിവസത്തെ വ്രതമെങ്കിലും എടുത്തിരിക്കണം. വ്രതം എന്നാൽ ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം മാത്രമല്ല, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം കൂടിയാണ്. വ്രതമെടുക്കുന്ന 9 ദിവസങ്ങളിലും അല്ലെങ്കിൽ എത്ര ദിവസം വ്രതമെടുക്കുന്നു അത്രയും എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. സർവ്വ ദുരിതവും മാറ്റിത്തരണമേ, അനുഗ്രഹം ചൊരിയണമേ, നവഗ്രഹ ദുരിതങ്ങളും മാറ്റിത്തരണമേ, ദൃഷ്ടിദോഷം, ശാപദോഷം എന്നിവ മാറ്റിത്തരണമേ എന്ന് ഭക്തിയോടെ പ്രാർത്ഥിക്കണം. ദൃഢമായ ഭക്തിയോടെ അമ്മ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ച് ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കി സമയം വിശന്നാൽ മാത്രം ഫലവർഗ്ഗങ്ങൾ കഴിച്ച് വ്രതമെടുക്കുക. മത്സ്യമാംസവും ലഹരി പദാർത്ഥങ്ങളും പൂർണ്ണമായും ത്യജിക്കുക. ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ദേവീ സ്തോത്രങ്ങൾ ചൊല്ലുകയും ക്ഷേത്രദർശനം നടത്തുകയും ഉത്തമമാണ്. പൊങ്കാലയിടുന്നവർ കോട്ടൺ കോടി വസ്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇതിന് കഴിയാത്തവർ അലക്കി വൃത്തിയാക്കിയ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാവുന്നതാണ്. ശരീരശുദ്ധിയും മനസ്സിൻ്റെ ശുദ്ധിയുമാണ് പ്രധാനം. നല്ല വാക്ക്, നല്ല ചിന്ത, നല്ല പ്രവൃത്തി എന്നിവയോടെ വേണം പൊങ്കാലയിടുവാൻ. മാസമുറയായ സ്ത്രീകൾ പൊങ്കാലയിടാൻ പാടില്ല. 7 ദിവസം കഴിഞ്ഞ് ശുദ്ധമായെന്ന് സ്വയം ബോധ്യമുള്ളവർക്ക് പൊങ്കാല സമർപ്പിക്കാം. പുലവാലായ്മയുള്ളവരും പൊങ്കാലയിടരുത്. പ്രസവിച്ചവർ 90 കഴിഞ്ഞേ പൊങ്കാലയിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചോറൂണ് കഴിഞ്ഞ് പൊങ്കാലയിടാം. ആദിത്യ ഭഗവാന്റെ കത്തിക്കാളുന്ന കുംഭച്ചൂടേറ്റ് തിളച്ചു മറിയുന്ന നിലത്ത് അടുപ്പ് പൂട്ടി അതിൽ പുത്തൻ കലം വെച്ചാണ് തീ കത്തിക്കേണ്ടത്. മണ്ണ് ശരീരത്തെയും കലം താഴികക്കുടത്തെയും സൂചിപ്പിക്കുന്നു. കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത്. ഞാനെന്ന അഹംഭാവം വെടിഞ്ഞ് ആത്മസമർപ്പണം നടത്തണം. മൺകലം മനുഷ്യ ശരീരവും പായസം മനസ്സുമാണ്. അഗ്നിയുടെ ചൂടുകൊണ്ട് അരി തിളച്ചു മറിയുന്നു. മനസ്സ് നിഷ്കളങ്കമാകുമ്പോഴാണ് പായസം ദേവിക്ക് നിവേദിക്കുന്നത്. പഞ്ചഭൂതം കൊണ്ടുള്ള ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം എന്നിങ്ങനെയുള്ള ദുഷ്ടതകളാൽ മറച്ചു വച്ചിരിക്കുന്നു. ഇവ തിളച്ചു മറിഞ്ഞ് ആവിയായി അമ്മയുടെ കാലിലർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല. ആഹാരം അവസാനിക്കാത്ത അക്ഷയപാത്രമാണ് മൺകലം. അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന അഷ്ടദ്രവ്യ പൊങ്കാല വളരെ സവിശേഷതയുള്ളതാണ്. ആദിലക്ഷ്മി, ഗജലക്ഷ്മി, വിദ്യാലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, സന്താനലക്ഷ്മി, വിജയലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി എന്നിങ്ങനെയുള്ള ലക്ഷ്മിയുടെ ഐശ്വര്യത്തിനാണ് അഷ്ടദ്രവ്യ പൊങ്കാലയുടെ പൊരുൾ. ദേവീ പാദപത്മങ്ങളിൽ നമ്മുടെ ദുരിതങ്ങളും പുണ്യവും സമർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല. സൂര്യൻ്റെ നിറമുള്ള കലമാണ് പുത്തൻ കലത്തിൻ്റേത്.
കിഴക്കോട്ട് നോക്കി നിന്ന് വേണം പൊങ്കാലയ്ക്ക് അരിയിടേണ്ടത്. ഭവനത്തിൽ കൊണ്ടുപോയി ശുദ്ധിയാക്കി അരിയിട്ട് വയ്ക്കാം. ദിവസവും ചോറിനുള്ള അരിക്കൊപ്പം ഇതിൽ നിന്നും ഒരു പിടി അരി കൂടി അതിലിടണം. അന്നത്തിന് ബുദ്ധിമുട്ട് വരുത്തരുത് എന്നും പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ആ പാത്രത്തിൽ ചോറ് വയ്ക്കുന്നതിൽ തെറ്റില്ല. അടുത്ത പൊങ്കാല ദിവസം വരെ ഇത് ആവർത്തിക്കണം. പുതിയ പാത്രം വരുമ്പോൾ അവയിലും ഇത് ആവർത്തിക്കുക. ഉണക്കലരി, നാളികേരം, ശർക്കര, ചെറുപഴം, തേൻ, നെയ്യ്, പഞ്ചസാര, കൽക്കണ്ടം, ഉണക്കമുന്തിരി, ചെറുപയർ, എള്ള് ഇതെല്ലാമാണ് പൊങ്കാലയിടാൻ ആവശ്യമുള്ളവ. പൊങ്കാലയ്ക്ക് തീ പകരും മുൻപേ അടുപ്പിന് മുൻപിൽ വിളക്കും നിറനാഴിയും വെക്കണം. ദേവതാ സാന്നിധ്യ സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൽ കുടുംബ പരദേവതയെയും പരേതാത്മാക്കളെയും സങ്കല്പിക്കുകയും ദുരിതമോചനവും ഐശ്വര്യവർദ്ധനവും വാസ്തു ദുരിതങ്ങളും തീർത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചാണ് നിറനാഴിയും പറയും നിലവിളക്കും വയ്ക്കുന്നത്. അടുപ്പ് തീർത്ഥം തെളിച്ച് ശുദ്ധി വരുത്തണം. പൊങ്കാല തിളച്ചു തൂകുന്നതാണ് ഉത്തമം. തിളച്ചു മറിയൽ വരാനിരിക്കുന്ന അഭിവൃദ്ധികളെ സൂചിപ്പിക്കുന്നു. കിഴക്കോട്ട് തൂകിയാൽ ഇഷ്ടകാര്യങ്ങൾ ഉടൻ നടക്കും. വടക്കോട്ടായാൽ കാര്യങ്ങൾ നടക്കാൻ അല്പം കാലതാമസം വരും. പടിഞ്ഞാറും തെക്കുമായാൽ ദുരിതം മാറിയിട്ടില്ല. നവഗ്രഹ ഭജനം നന്നായി വേണം എന്നാണ് അർത്ഥം. തലയ്ക്കുള്ള രോഗങ്ങൾ മാറുന്നതിനാണ് മണ്ടപ്പുട്ട് നടത്തേണ്ടത്. ഇത് ദേവിയുടെ ഇഷ്ടനിവേദ്യമാണ്. ദേവീദേവന്മാർക്കെല്ലാം ഇഷ്ട വഴിപാടാണ് തിരളി. കാര്യസിദ്ധി ഉണ്ടാകാനും ഇത് ഉത്തമമാണ്. പൊങ്കാല തിളച്ചു വരുന്നതുവരെ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. പണ്ടുകാലങ്ങളിൽ നേദിച്ച ശേഷമാണ് കഴിച്ചിരുന്നത്. ഇന്നത്തെ ഭക്തരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നിവേദ്യം തയ്യാറാക്കി കഴിഞ്ഞാൽ കരിക്കോ പാലോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കണം. എന്നിട്ട് മറ്റു പദാർത്ഥങ്ങളായ പ്രസാദമൂട്ട് കഴിക്കാവുന്നതാണ്. പൊങ്കാലയും ക്ഷേത്രദർശനവും കഴിഞ്ഞ് അന്നേ ദിവസം കുളിക്കരുത്. ദേവിക്ക് ജാതിമത ലിംഗ വ്യത്യാസമില്ല. ഭക്തിയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ആർക്കും ഇവിടെ പൊങ്കാലയിടാം. പൊങ്കാലച്ചോറ് ബാക്കി വരാതെ നോക്കണം. പൊങ്കാല പ്രസാദം മറ്റുള്ളവർക്ക് പ്രസാദമായി നൽകണം. അഴുക്ക് ചാലിലോ കുഴിയിലിടുകയോ വെട്ടിമൂടുകയോ ചെയ്യരുത്. ശുദ്ധിയുള്ള ഒഴുക്ക് വെള്ളത്തിലിട്ടാൽ അത് മീനിന് ആഹാരമാവും. പക്ഷി മൃഗാദികൾക്കും കൊടുക്കേണ്ടതാണ്. വീട്ടിൽ പൊങ്കാലയിട്ടാൽ തീർച്ചയായും ഫലമുണ്ടാകും. സ്വന്തം വീടിന് മുന്നിലോ സ്ഥാപനത്തിന് മുന്നിലോ അമ്മയെ സങ്കല്പിച്ച് പൊങ്കാലയിടാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോയി പൊങ്കാലയിടാൻ കഴിയാത്തവർക്ക് ഗൃഹ ഐശ്വര്യത്തിനും വാസ്തു ദുരിതത്തിനും പരിഹാരമായി ഇത് ചെയ്യാവുന്നതാണ്. ഭവനങ്ങളിൽ പൊങ്കാലയിടുന്നവർ അടുപ്പ് കിഴക്ക് ദിശയിൽ ഒരുക്കുന്നതാണ് ഉത്തമം. ഇത് ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യും. പടിഞ്ഞാറ് ദിശയിലും പൊങ്കാല അടുപ്പ് ഒരുക്കാവുന്നതാണ്. വടക്ക് ദിശയിലും നല്ലതാണ്. തെക്ക് ദിശയിൽ പൊങ്കാലയിടുന്നത് നല്ലതല്ല. മധുരയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാലിലെത്തിയ കണ്ണകിയെ മുല്ലവീട്ടിൽ പരമേശ്വരൻ പിള്ളസ്വാമിയാണ് ആദ്യമായി ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചത്. കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിലായിരുന്നു നിവേദ്യം സമർപ്പിച്ചത്. പൊങ്കാലയിടാൻ പൂരം നക്ഷത്രവും കാപ്പുകെട്ടിന് കാർത്തികയുമാണ് നോക്കുന്നത്. എല്ലാ കാർത്തികയ്ക്കും ലക്ഷാർച്ചനയും നടത്താറുണ്ട്. ഇന്നേ ദിവസം കഴിയുന്നത്ര തവണ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക. അരി തിളയ്ക്കുന്നതുവരെ ദേവീ മാഹാത്മ്യം ജപിക്കുന്നത് അത്യുത്തമമാണ്.